ഹലോ ഫ്രണ്ട്സ്, പ്രഡിക്ഷനൊക്കെ നിങ്ങൾ കണ്ടു, പോയി പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടിക്കാണും. ചിലപ്പോൾ ക്ലാസ് ടോപ്പേഴ്സിൻ്റെ കൂടെ തന്നെ ഉഴപ്പി നടന്ന നിങ്ങളും എത്തിക്കാണും. എല്ലാം ശുഭം. ഓണപരീക്ഷ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്കും പ്രഡിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ SLC ലാസ്റ്റ് പരീക്ഷ, +2 ലാസ്റ്റ് പരീക്ഷ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ. മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. സത്യത്തിൽ വിദ്യാർത്ഥികളെ ചതിക്കുന്ന പരീക്ഷകളായി, ചീറ്റിംഗ് എക്സാംസുകളായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യചിഹ്നത്തിൻ്റെ ഉത്തരം തന്നെ നമ്മൾ തേടുകയാണ്. ഞാൻ സമ്മതിക്കുന്നു, ഒരു ബേസിക്സും അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിക്കും യാതൊരുവിധ പ്രഡിക്ഷനും ഇനി എത്ര കണ്ടാലും, എത്ര പ്രഡിക്ഷൻ കണ്ടു പോയാലും ബേസിക്സ് അറിഞ്ഞുകൂടാത്ത കുട്ടിക്ക് എന്തായാലും പരീക്ഷയിൽ മാർക്ക് മേടിക്കാൻ പറ്റില്ല. പക്ഷേ ക്യാപ്സ്യൂൾ പരുവത്തിൽ ചവച്ചരച്ച് നമുക്ക് തിന്നേണ്ട ആവശ്യം വരുന്നില്ല. വെറുതെ വിഴുങ്ങിയാൽ മതി എന്ന തരത്തിൽ ഈ ടോപ്പിക്സിനെ ക്വസ്റ്റ്യൻസുകളാക്കി അതിൻ്റെ ഉത്തരം ഉൾപ്പെടെ തലേ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ജയിച്ച് പോയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് മാർക്ക് മേടിച്ച് ആ സ്കൂളൊക്കെ കഴിഞ്ഞ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ 100% നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ എൻട്രൻസ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മത്സര പരീക്ഷകൾക്കോ, നീറ്റ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ഒരു ഓറിയൻറ്റേഷനിൽ ഈ ഒരു കൺസെപ്റ്റുകൾ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു തരുന്നത് കേട്ടുകൊണ്ട്, പ്രഡിക്ഷൻസ് കാണാതെ പഠിച്ചുകൊണ്ട് അതിനുത്തരം എഴുതി നിങ്ങൾ പരീക്ഷയിൽ വിജയിച്ചേക്കും. പക്ഷേ അവസാന പരീക്ഷയും കഴിഞ്ഞ് മറ്റൊരു പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു എൻട്രൻസിൽ കാത്തിരിപ്പുണ്ട്. അവിടെ ഒരു പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. സംഗതി ഇത്ര സിമ്പിളാണ്. കൺസെപ്റ്റ്സ് മനസ്സിലാക്കി സ്വയം അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കൂടെ ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസും തീർച്ചയായിട്ടും സഹായപ്പെടുത്തണം. പക്ഷേ അത് മാത്രമാകരുത് നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്നാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.